നമുക്കെല്ലാവർക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലേ? ഈ ബന്ധങ്ങളൊക്കെ ശക്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ, തകരാതെ എന്നും എക്കാലവും നിലനിൽക്കണമെങ്കിൽ ജീവിതത്തിൽ ഏത് കാര്യത്തിനാണ് നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത്, മുൻഗണന നൽകേണ്ടത്? ഈ മുൻഗണന എങ്ങനെ ജീവിതത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാവും? വളരെ രസകരമായ ഒരു ടോപ്പിക് തന്നെയാണ് അല്ലേ? രസകരം മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ബന്ധങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ശിഥിലമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ധങ്ങളുടെയൊക്കെ മൂല്യശോഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളൊക്കെ ശക്തമായിട്ട് നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുന്നത്? നമ്മൾ പല പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നാണ് അല്ലേ? അതിനു മുമ്പൊരു കാര്യം ഞാൻ പറയാം. ഞാൻ വീഡിയോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ല, സ്വയം മനസ്സിലാക്കിയിട്ടുള്ള, ചുറ്റുപാടുകളിൽ നിന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടായിരിക്കാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക. അതല്ല, ആ കേട്ടതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി മറ്റൊരു രീതിയിലൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ചില രീതിശാസ്ത്രങ്ങളും ഉണ്ടാവുമല്ലോ ഏത് ബന്ധങ്ങളും നിലനിർത്തുന്നതിന്. ഇനി ഏതായാലും നമുക്ക് പോയിന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, പലപ്പോഴും എല്ലാ ആളുകളും പറഞ്ഞു വെച്ചത് ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് എന്നാണ് അല്ലെ? എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിനെ ഞാൻ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനാവില്ല. കാരണം അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു യാത്ര പോവാണ് ട്രെയിനിൽ. ലോങ് സീറ്റിൽ 4 പേര് ഇരുന്നിട്ടുണ്ട്. നിങ്ങളും സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്, നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോവാണ്. അതിനിടയിൽ പെട്ടെന്നൊരാൾ കയറി വന്നു, നല്ല ആരോഗ്യമുള്ള തടിച്ച ഒരാൾ. എന്നിട്ട് നിങ്ങളോട് പറയാണ്, ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിൽക്കുമോ, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേറെ വഴിയില്ല അല്ലേ? എങ്ങനെയാണ് നോ പറയാം എന്നോർത്തിട്ട് നിങ്ങൾ അവിടെ ഇരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു, അവിടെ ഇരുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല, നിങ്ങൾക്ക് താല്പര്യമായിട്ടില്ല, നിങ്ങൾ വല്ലാതെ ഒതുങ്ങിപ്പോയി. നിങ്ങൾ നല്ല സുഖമായിട്ട് പാട്ടൊക്കെ കേട്ട് പോവായിരുന്നു. നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ ചെവിയിൽ നിന്നെടുത്ത് എല്ലാം ബാഗിൽ വെച്ചു. പിന്നെ നിങ്ങൾ യാന്ത്രികമായി ഒഴുകാൻ തുടങ്ങി. വല്ലാതൊരു അസ്വസ്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലെ? അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തിയത് അല്ലെ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കൊക്കെ ആ രീതിയിലുള്ള മാനസികാവസ്ഥ തന്നെയായിരിക്കും. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് മാനസികമായിട്ട് സംതൃപ്തി നൽകാത്ത രീതിയിൽ നമ്മളൊരു കാര്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ അതിനെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം. അത്രയേ പറയാൻ പറ്റും. എന്നാൽ അയാളുടെ സ്ഥാനത്ത് ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവരാണ്. നിങ്ങൾ എന്താ ചെയ്യാം? നിങ്ങൾ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളൊന്ന് ഒതുങ്ങി മാറി നിൽക്കും അല്ലെ? ഇവിടെ ഇരുന്നോ എന്ന് പറയും. സ്നേഹത്തോടെ എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് കൊടുക്കും. ഇനി കുട്ടിയൊന്നുമല്ല, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളാണ് കയറി വന്നെങ്കിലും സ്വാഭാവികമായിട്ട് ഇതേ മാനസികാവസ്ഥയോട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് അഡ്ജസ്റ്റ്മെന്റും നമ്മളിപ്പോൾ കാണിച്ച രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒരു ബന്ധം ശക്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പിന്നെ എന്തുണ്ടാവണം? സാഹചര്യത്തിനനുസരിച്ച് മാനസികമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് ഒന്നാമത് നമുക്കുണ്ടാവണം. 2 കെയറിങ്, കരുതൽ. ഈ 2 കാര്യങ്ങളുമാണ് ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും ശക്തമായിട്ട് നിലനിർത്തുന്നത്, ഒരിക്കലും തകരാതെ വിധം അതിനെ പിടിച്ച് നിർത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. സാഹചര്യത്തിനനുസരിച്ചിട്ട് പരസ്പരം പൊരുത്തപ്പെടുക, മറ്റൊന്ന് കെയറിങ്. എന്നാൽ ഈ 2 കാര്യങ്ങളും നമുക്കങ്ങനെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനെന്തുണ്ടാവണം? സ്നേഹമുണ്ടാവണം എന്നുള്ളതാണ്. സ്നേഹമില്ലാതെ ഒരു ബന്ധങ്ങളിലും ഈ 2 കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒന്നുകിൽ തകരുകയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ച നടത്തി യാന്ത്രികമായി മുന്നോട്ട് പോവുകയോ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആദ്യം ആത്മപരിശോധന നടത്തേണ്ടത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ ബന്ധങ്ങളെ എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട്ണറോട് നമുക്കുള്ള സ്നേഹം എങ്ങനെയാണ്? കറ തീരുന്ന സ്നേഹമാണോ? ആത്മാർത്ഥമായ സ്നേഹമാണോ? ഒരു കളങ്കവുമില്ലാത്ത സ്നേഹമാണോ? സത്യസന്ധമായ സ്നേഹമാണോ? സുഹൃത്തുക്കളോട് അങ്ങനെയാണോ? സഹപ്രവർത്തകരോട് അങ്ങനെയാണോ? നമ്മുടെ അച്ഛനമ്മമാരോട് അങ്ങനെയാണോ? നമ്മുടെ മക്കളോട് അങ്ങനെയാണോ? സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ജീവിതം വളരെ മനോഹരമായിട്ട് ഒഴുകും. ഒരു പ്രശ്നവുമില്ലാതെ ഒരിക്കലും തകരാതെ ഒരു ബന്ധമായിട്ടത് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും. എന്നാൽ പലപ്പോഴും ഈ ആത്മാർത്ഥമായ സ്നേഹം നമുക്കില്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടികളോട് നമുക്കുള്ള സ്നേഹം എന്താണ്? ഒരു 3 മാസം പ്രായമായ 6 മാസം പ്രായമായ ഒരു കുട്ടിയോട്, നമുക്ക് പരിചയമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ നോക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും, വല്ലാത്തൊരു സ്നേഹം തോന്നും അല്ലെ? ആ സ്നേഹം എന്ന് പറയുന്നത് കറ തീർന്ന സ്നേഹമാണ്. ഒരിത്തിരി പോലും കളങ്കമില്ലാതെ സത്യസന്ധമായ സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നമുക്കറിയാം, രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കടന്നു വന്ന ആളുകളാണ്. വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ചിന്തകൾ, നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ ഒക്കെയുള്ള ആളുകളാണ്. ഇത് കൂടിച്ചേരുകയാണ്. അവിടെയാണല്ലോ ഒരു ബന്ധമുണ്ടാവുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൂടിച്ചേരലാണ്, വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തതകൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെയൊന്നുമല്ല, നമുക്ക് വിചാരിച്ചതുപോലെയൊന്നും നമുക്ക് നമ്മുടെ പാർട്ട്ണറെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചതുപോലെ ഒരാളെയല്ല കിട്ടിയത് എന്നൊരു ചിന്ത, ഒരു ചെറു ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് സുഹൃത്തുക്കളുടെ കാര്യത്തിലായാലും. ഇപ്പോൾ ആദ്യമൊക്കെ പരിചയപ്പെട്ടപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കും, ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിരിക്കും. പിന്നീട് ആളുടെ സ്വഭാവം ശരിയല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഒഴിവായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമുക്കിതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കളങ്കവുമില്ല, ആത്മാർത്ഥമായ ഒരു സ്നേഹം നമുക്ക് ആദ്യം ഒരു വ്യക്തിയോട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ സാഹചര്യത്തിനനുസരിച്ച് അവരോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുകയുള്ളൂ. ഒരു കരുതൽ അവർക്ക് വേണ്ടി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എല്ലാ ബന്ധങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ദാമ്പത്യ ജീവിതത്തിന് ഒരു രീതി, സൗഹൃദങ്ങൾക്കൊരു രീതി, സഹപ്രവർത്തകർക്കിടയിൽ ഒരു രീതി, അങ്ങനെയൊന്നുമില്ല. ഏത് ബന്ധങ്ങളും നിലനിൽക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനുള്ള മനസ്സ് കാണിക്കുക, രണ്ട് കരുതൽ. നമുക്ക് ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് നോക്കാം. ദാമ്പത്യ ബന്ധത്തെ നമുക്കൊന്ന് നോക്കാം. എല്ലാ ബന്ധങ്ങൾക്കും ഒരേ രീതിയിൽ തന്നെയാണ്, എന്നാലും ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് ദാമ്പത്യ ജീവിതം എന്ന് പരിശോധിച്ച് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഹൗസ് വൈഫാണെന്ന് കരുതുക, ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഇതിങ്ങനെ എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, അങ്ങനെ ഒഴുകുകയാണ്. ഇതിനിടയിൽ ഒരു ഞായറാഴ്ച കടന്നു വരികയാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഇന്ന് നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ, ഭക്ഷണം ഉണ്ടാക്കാനൊന്നും വയ്യ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഭർത്താവിന് രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്യാം. ഒന്നുകിൽ എല്ലാ ദിവസവും ഞാൻ പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കുന്ന, ഉച്ചക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇന്നെങ്കിലും ഒരു ദിവസം നിനക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തന്നുകൂടെ എന്ന് ഭാര്യയോട് ഭർത്താവിന് സംസാരിക്കാൻ പറയാം. അതല്ലെങ്കിൽ നിനക്ക് വയ്യെങ്കിൽ സാരമില്ല, മക്കളെ കൂട്ടിയിട്ട് നമുക്ക് ഇന്ന് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറയാം. ഇതിലേതാണ് ബന്ധങ്ങളെ സുന്ദരമാക്കുന്നത്? ഇത് മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ആദ്യം പറഞ്ഞ കാര്യമായിരിക്കില്ല അല്ലേ, രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും. കാരണം ആദ്യം ആവശ്യപ്പെട്ടത് ഭാര്യയാണ് അല്ലേ. കാരണം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം, എപ്പോഴും ഇവിടെ നിന്നല്ലേ കഴിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്നെനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ആര് കാണിച്ചോ? ഭർത്താവ് കാണിക്കുന്നു എന്നുള്ളിടത്താണ് ആ ബന്ധത്തിന്റെ മനോഹാരിത. അതിലപ്പുറം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ എതിർക്കുക എന്ന് പറയുന്നത് ബന്ധങ്ങളെ സുന്ദരമാക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ ശക്തമായിട്ടോ നല്ല രീതിയിലോ മുന്നോട്ട് പോവില്ല. നമുക്ക് അങ്ങനെയുള്ള ആളുകളോട് ഇഷ്ടവും തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മുൻഗണന നൽകേണ്ടത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള അല്ലെങ്കിൽ പൊരുത്തപ്പെടാനുള്ള മനസ്സ് കാണിക്കലിനാണ് എന്ന് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് കെയറിംഗ് ആണ്. ഇനി കെയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ഒരാളാണ്.
വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരാൾക്ക് നല്ല തലവേദന. എന്ത് ചെയ്യാം? ആളോട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറയാം. എന്നിട്ട് കുട്ടികളുടെ ഉത്തരവാദിത്വവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുക. എന്നിട്ട് നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് പോയിട്ട് കൊടുത്ത് അവരുടെ ഒപ്പം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, സന്തോഷം, അത് ഒരു കരുതലാണ് അല്ലേ? അവരുടെ ഒരു പ്രശ്നം, അവർക്ക് ശാരീരികമായി അസ്വസ്ഥതകളുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അവരെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുന്നു എന്ന് പറയുന്നത് അതൊരു കരുതലാണ്. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ 100 കണക്കിന് സന്ദർഭങ്ങൾ കയറി വരും. ഇതുപോലെ പരസ്പരം ഇടപെടലുകൾ നടത്തപ്പെടുന്ന 100 കണക്കിന് സന്ദർഭങ്ങൾ കടന്നു വരും. ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ചില നുറുങ്ങു വിദ്യകളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾ സുന്ദരമാകുന്നതും ശക്തമായിട്ട് നിലനിൽക്കുന്നതും എന്ന് കാണാൻ പറ്റും. നിങ്ങളൊരു യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പൊ എവിടെയാണ് പോവേണ്ടത് എന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പോയ സ്ഥലമായിരിക്കാം പാർട്ട്ണർ പോയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളാണ് മുൻകൈ എടുത്തൊരു കാര്യം പറയുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഭാര്യ പോകാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും അവിടേക്ക് പോകാം, അത് കുഴപ്പമില്ല എന്ന രീതിയിൽ നമുക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാം അല്ലേ? കാരണം എന്താണ്? നമ്മൾ പോയി എന്ന് കരുതി ജീവിതത്തിൽ അവർക്കൊരിക്കലും പോകാനുള്ള അവസരം ഇല്ലാതാക്കരുത് എന്ന ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആവശ്യം. തിരിച്ചു വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോടു കൂടിയാണ് നമ്മൾ പറഞ്ഞത് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരെന്ത് സംസാരിക്കണം, അത് സാരമില്ല, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോകാമെന്ന് ചിന്തിക്കാം. ഇന്ന് നമുക്ക് രണ്ടുപേരും പോകാത്തൊരു സ്ഥലത്ത് പോകാമെന്ന് അവർക്കും പറയാം. അപ്പോൾ ഇതാണ് മാനസികമായിട്ടുള്ള ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്. അത് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ വിഷമം പിടിച്ചങ്ങ് നിൽക്കുകയായിരിക്കാം. ആ സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി സമ്മാനിച്ചത് സാരമില്ല, പോട്ടെ, ഒക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അതാണ് ശരിക്കും ഒരു കരുതൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബന്ധങ്ങളുടെ നിലനിൽപ്പ് ഈ ഒരു കരുതലിലൂടെയാണ്. പരസ്പരം സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടാനുള്ള ഈ മാനസികാവസ്ഥയിലൂടെയാണ് ബന്ധങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടതും ഈ 2 കാര്യങ്ങൾക്കുമാണ്. ഈ 2 കാര്യങ്ങളും ഉള്ളിടത്തെല്ലാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതാണ്. ആത്മാർത്ഥതയുണ്ടാവും, സത്യസന്ധതയുണ്ടാകും, പരിഗണനയുണ്ടാകും. ഇതൊക്കെ ഈ 2 കാര്യങ്ങളുടെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടാവേണ്ടത് ഈ 2 കാര്യങ്ങൾ തന്നെയാണ്. ഈ 2 കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. ജീവിതത്തിൽ പലപ്പോഴും ബന്ധങ്ങൾ തകരുന്നതും ബന്ധങ്ങൾ യാന്ത്രികമാകുന്നതും പരസ്പരം ഇതുപോലെ പൊരുത്തപ്പെടാനുള്ള മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ്. ഒരു കെയറിങ് നമ്മൾ നൽകാത്തത് കൊണ്ടാണ്. അത് നൽകാൻ കഴിയാതെ പോകുന്നത് പലപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം പറയാനുള്ളത്, നമ്മൾ 2 പേരും ഒരേപോലെ ചെയ്യേണ്ട കാര്യമാണിത്. പരസ്പരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാൾ മാത്രം സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടത് കൊണ്ടോ ഒരാൾ മാത്രം ഒരാളെ കെയർ ചെയ്തത് കൊണ്ടോ ആ ബന്ധം സുന്ദരമാവില്ല, ആ ബന്ധം ശക്തമായിട്ട് നിലനിൽക്കില്ല. 2 പേരും ഒരേപോലെ പരസ്പരം സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറണം, പൊരുത്തപ്പെടണം, പരസ്പരം കെയർ ചെയ്യണം. അപ്പോൾ മാത്രമേ ആ ബന്ധം ശക്തമായി നിലനിൽക്കുകയുള്ളൂ. ബന്ധങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു കൂടിച്ചേരലാണ്. ആ കൂടിച്ചേരുന്നിടത്ത് 2 പേർക്കും ഒരേ ഉത്തരവാദിത്തമാണുള്ളത്. ഒരേപോലെ ഒരേ മാനസികാവസ്ഥയോടു കൂടി 2 പേരും പൊരുത്തപ്പെട്ട് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് ബന്ധവും ശക്തമായി നിലനിൽക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.